യെസ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിംഗ് ഉള്ള കോമ്പൗണ്ട്സ്. ഓക്കെ, ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് ബി അലേർട്ട് വൈൽ ടേക്കിംഗ് ക്ലാസ്സസ്. ഓക്കെ, ഹിയർ വി ഗോ. ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വരച്ചു തരാം, ശ്രദ്ധിക്കുക. ലിസൺ കെയർഫുള്ളി. യെസ്, ഹിയർ വി ഗോ. ഈ ഒരു സാധനത്തിന് എന്തായിരിക്കും വിളിക്കുന്നുണ്ടാവുക? ഇന്നത്തെ ഹെഡിങ് ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്സ്. Closed chain or ring compounds. Closed chain or ring compounds. Closed chain or ring compounds. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന സാധനത്തിൽ എത്ര ജംഗ്ഷൻ ഉണ്ട് നോക്കാം. 1 2 3. 3 കാർബണുള്ള പാരന്റ് എന്താ? 3 കാർബൺ. മെത്ത്, എത്ത്, പ്രൊപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയത് മെത്ത് 3 കാർബൺ. 3 കാർബൺ ആണെങ്കിൽ അതിന്റെ പേര് മെത്ത്. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. 10 ആണ് കിട്ടേ. ഇവിടെ 3 കാർബൺ, 3 ജംഗ്ഷൻ മീൻസ് 3 കാർബൺ. 3 കാർബൺ മീൻസ് പ്രൊപ്പ്. പിന്നെ ഇതിലെല്ലാം സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എ ഫുൾ സിംഗിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. പിന്നെ സൈക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് we can write it like that, cyclopropane. You can write it like this. Cyclopropane. 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 അങ്ങനെയെങ്കിൽ ഇതിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? പ്ലീസ് നെയിം ദിസ്. സിമ്പിൾ ആയിട്ടുള്ളത് 1 2 3 4. വെരി ഗുഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. 4 ആവുമ്പോ 1 കാർബൺ ആവുമ്പോ മെത്ത്, 2 കാർബൺ ആവുമ്പോ എത്ത്, 3 ആവുമ്പോ പ്രൊപ്പ്, 4 ആവുമ്പോ ബ്യൂട്ട്. സോ ഇവിടെ 4 കാർബൺ ആണ്. സൈക്ലോ ഷേപ്പ് ആണ്. സോ സൈക്ലോ ബ്യൂട്ടേൻ. വെരി വെരി ഗുഡ്. Good. Name this. ആദിത്യശ്രീ പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ, ഗൗതം പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ, ഊർവിക പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ, അർച്ചന പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ, ലക്ഷ്മി പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ, അനഘ വി പറയുന്നുണ്ട് സൈക്ലോപെന്റേൻ. എത്ര ഉണ്ട് നോക്കാം. 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്, 4, 5. സോ സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്. ഇവിടെ 5 കാർബൺ ആയതുകൊണ്ട് പെന്റ്. പിന്നെ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റെയിൻ. Cyclopentane. Is it clear? Clear or not? Yes, of course. Now
Do it. Do it, do it. Very good. So everybody is answering that it is cyclohexane. Shweta, Yashaswini, cyclohexane. Anna Yashaswini, cyclohexane. Yes, Shabrinath. So, 1, 2, 3, 4, 5, 6. So it is in cyclic shape. So cyclo R and hexane. R carbon hexane. Double bond hexane. Cyclohexane. Cyclohexane. Very good. Anandu, Shabrinath, എല്ലാവരും പറയുന്നത് cyclohexane. സാറേ ഇത്രയും നേരം വരച്ചത് മനസ്സിലായി സാർ. സാറേ ഇത്രയും നേരം വരച്ചത് നന്നായിട്ട് മനസ്സിലായി. മനസ്സിലായെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. വേഗമട്ടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. മനസ്സിലായി സാർ ഫ്രം യശസ്വിനി. വാട്ട് അബൌട്ട് അതേഴ്സ്? യെസ്, ഗുഡ് ഗുഡ്. ഇനി ഞാൻ അടുത്ത ഹെഡിങ് എഴുതുക. അരോമ അല്ല, അതിന് മുമ്പ് ഒരു സാധനം കൂടി വെച്ച് നിങ്ങൾ എന്ത് എഴുതുന്നു? Please name this. Please name this. നമുക്കറിയാം 1, 2, 3, 4, 5, 6 പോയിന്റ് സൈക്ലോ ഷേപ്പ്. സോ സൈക്ലോ 6 പോയിന്റ് ആയതുകൊണ്ട് ഹെക്സ്. വെറും ഡബിൾ ബോണ്ട് ആയിരുന്നുവെങ്കിൽ വി ക്യാൻ റൈറ്റ് ഹെക്സേൻ. വെറും സിംഗിൾ ബോണ്ട് ആയിരുന്നുവെങ്കിൽ യു ക്യാൻ റൈറ്റ് ANE. ബട്ട് here there is a double bond, so ANE മാറ്റിയിട്ട് you should put EN. So my dear students, let me tell you, double bond ആയതുകൊണ്ടാണ് ENE. So the answer is cyclohexane. How many of you got this answer? Shriya, Anaka, Shweta, Urvika, Mubashira, Ananya, Lakshmi, Anandu, Maharani. Good. Is it easy or not? Is it easy or not? Cyclohexane. Good. ഇന്ന് പഠിപ്പിക്കുന്ന ശൈലേഷ്, അജീഷ്, ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാ അടുത്ത ക്ലാസ്സിൽ നല്ലവണ്ണം പഠിച്ചിട്ട് വരണം കേട്ടോ. കാരണം ബേസ് ആണ് നോമൻ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് നമ്മൾ ഇത് കഴിഞ്ഞതും. ഇനി അടുത്ത ഹെഡിങ് ചെയ്ത് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇപ്പൊ എഴുതിത്തരുന്ന അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്. Can you say what is this? Can anyone say what I have written on the board? Can anyone say? Yes. This is benzene. Very, very important aromatic compound. You should know the formula is C6H6. Formula is C6H6. ഇതെല്ലാം പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഇന്ന് എടുക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ, അടുത്ത ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സിൽ നിങ്ങളോട് വരാൻ. ഇപ്പോഴും 1-2 പേര് വീഡിയോ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. യു ആർ ഇൻ ഡേഞ്ചർ. ഞാൻ അടുത്ത ക്ലാസ്സിൽ നുള്ളി പെറുക്കും. ഇന്ന് ഞാൻ പിന്നെ ജനറൽ കോമ്പൗണ്ട്സ് എഴുതുന്നത് കൊണ്ടാണ് വേറൊന്നും പറയാത്തത്.
പലതുള്ളി പെരുവെള്ളം. ഇങ്ങനെയാണ് ഓർഗാനിക്കിൽ ആധിപത്യം സ്ഥാപിക്കുക. അടുത്ത വർഷം ഓർഗാനിക് കെമിസ്ട്രി യു ആർ ഹാവിംഗ് 4 chapters. Keep in mind, this year you are having only 2 chapters. Next year you are going to have 6 chapters, 4 to 6, 4 to 5. 4 purely organic, 2 organic ആയിട്ട് ബന്ധമുള്ളത്. So 4 to 5 chapters or 4 to 6 chapters organic means more than 50% of your portions belong to organic session, right? Say yes or no? Yes. Good. ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ താഴെ തന്നെ ബെൻസീൻ റിങ്ങില് ക്ലോറിൻ വന്നാൽ ഇതിന്റെയൊക്കെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. Can anyone name this compound? ഈ റിങ്ങില് 3 ഡബിൾ ബോണ്ട് വന്നാൽ ഇതിനെയാണ് ബെൻസീൻ എന്ന് പറയുക, ശരിയല്ലേ? ഇതല്ലേ ബെൻസീൻ. ആ ബെൻസീനിൽ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ വാട്ട് യു വിൽ കോൾ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ദിസ് ഈസ് കോൾഡ് ആസ് ക്ലോറോബെൻസീൻ. ബെൻസീൻ റിങ്ങില് ഫ്ലൂറിൻ വന്നാൽ you can call it as fluorobenzene. ബെൻസീൻ റിങ്ങില് അയോഡിൻ വന്നാൽ this is called as iodobenzene. How many of you got these points very clear? Is it clear? എന്തിനാ സാർ ഇത്ര എഴുതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനാണ്. നാളെ വരുമ്പോ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതെല്ലാം പഠിച്ചിട്ട് വേണം വരാൻ. പഠിച്ചിട്ട് വരുമോ? കാരണം ഇതെല്ലാം പഠിച്ചാൽ നമ്മൾ സെറ്റ് ആവും. അതിനാണ് കുറച്ചായിട്ട് ഓർഗാനിക് പഠിക്കുമ്പോൾ നമ്മൾ വേറെ ലെവലാവും. ഇഷ്ടം പോലെ സമയം നമുക്കുണ്ട്. യു ഗോട്ട് ഇറ്റ്? യെസ്. ഒന്നുമില്ല, ഇത് ബെൻസീൻ റിംഗ്. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് 3 ഡബിൾ ബോണ്ട് ഇട്ട ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ ക്ലോറിൻ വന്നാൽ ഇറ്റ് ഈസ് ക്ലോറോബെൻസീൻ. ബെൻസീൻ റിംഗിൽ ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോബെൻസീൻ. ബെൻസീൻ റിംഗിൽ അയോഡിൻ വന്നാൽ അയോഡോബെൻസീൻ. That's all. Is it clear for you, all of you? Is it clear? Yes. Here we go. ബെൻസീൻ റിംഗിലെ OH വന്നാൽ, if it is OH, the name is phenol. Phenol. കഴിഞ്ഞോ? യെസ്. ഇതെല്ലാം നാളത്തേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ. സ്ട്രക്ചേഴ്സ് നാളത്തേക്ക് പഠിച്ചിട്ട് വരണേ. ബെൻസീൻ റിംഗില് CH3 വന്നാൽ this is called as toluene. ഇതൊന്നും ഇപ്പൊ വരില്ല, നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ടാണ് ഈ റിയാക്ഷൻസ് ഒക്കെ വരിക. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇതെല്ലാം ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്കാണ് നമുക്ക് ആവശ്യം. ഓക്കെ, പക്ഷെ ഇതിപ്പോ പഠിച്ചു വെച്ചാൽ ഗുണം, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഫെമിലിയർ ആവണം. യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് കോമ്പൗണ്ട്സ്. Then only organic will be easy. You should be familiar with all these topics. Clear? Yes. ബെൻസീൻ റിംഗിലെ NH2 വന്നാൽ, this is called as aniline. ഞാൻ മാക്സിമം സാധനങ്ങൾ എഴുതി തരികയാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ.
മാക്സിമം സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാണ്. മാക്സിമം സാധനങ്ങളും ഐ ഹാവ് ഇൻക്ലൂഡഡ്. Clear? Clear? Next. Heterocyclic compounds. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരണം. ഹെട്രോ എന്ന് പറഞ്ഞാൽ റിങ്ങിന്റെ ഉള്ളില് വേറെ വല്ല ഔട്ട്സൈഡ് കോമ്പൗണ്ട് കയറിയിട്ടുണ്ട്, ഔട്ട്സൈഡ് എലമെന്റ്. റിങ്ങിനകത്തേക്ക് ഔട്ട്സൈഡ് എലമെന്റ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ യു. ഇത് നമുക്കറിയാം, ഇത് നമ്മുടെയൊക്കെ അഭിപ്രായത്തില് ദിസ് ഈസ് ബെൻസീൻ, ദിസ് ഈസ് ബെൻസീൻ. പക്ഷെ ബെൻസീന്റെ ഇടയിലേക്ക് നൈട്രജൻ വന്നു, ആണ് ഹെട്രോസൈക്കിൾ. സൈക്കിളിനകത്തേക്ക് ഔട്ട്സൈഡ് എലമെന്റ് വന്നാൽ ബെൻസീൻ നോക്ക്, ബെൻസീന്റെ അകത്തേക്ക് നൈട്രജൻ കയറി വന്നു. ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ആസ് pyridine. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരണം. ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒക്കെ പേര് പഠിച്ചിട്ട് വരണം. pyridine. ഇത് ഒരു സൈക്ലിക് റിങ്ങിന്റെ ഉള്ളിൽ ഓക്സിജൻ വന്നു, ഓക്സിജൻ with double bond. Oxygen with double bond. This is called as furan. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതി. എൻട്രൻസിനും ആവശ്യമുള്ളതുകൊണ്ടാണ് സാറ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. എൻട്രൻസിനും ആവശ്യമുള്ളതുകൊണ്ടാണ് സാറ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളെ കൊണ്ട് പഴിയെടുക്കുന്നത്. NH അല്ലെങ്കിൽ പൈറോൾ. This is called as pyrrole. This is called as pyrrole. Pyrrole. PYROL. ശരി, കഴിഞ്ഞ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും സാധനങ്ങള് സൈക്ലോ കോമ്പൗണ്ട്സ് ആണ് ഫുൾ ഡിസ്കസ് ചെയ്തത്. ഇത് മുഴുവൻ നാളെ വരുമ്പോ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരുമോ ഇല്ലയോ? ഐ നീഡ് യുവർ റെസ്പോൺസ്. സേ യെസ് ഓർ നോ. നാളെ വരുമ്പോൾ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് വരാം സാർ. സേ യെസ് ഓർ നോ. നാളെ വരുമ്പോൾ ഇതെല്ലാം കൊടുത്ത് സാർ ബോർഡിൽ വരച്ചാൽ ഞാൻ പേര് പറയും. സാർ നാളെ വന്ന് ബോർഡിൽ ഒരു സാധനം വരച്ചാൽ I will tell you the name. Sanjana, listen here. Archana മോളെ ശ്രദ്ധിക്കേ. സാറേ നാളെ ബോർഡിൽ എന്ത് എഴുതിയിട്ടാലും ഞങ്ങൾ പേര് പറയാൻ റെഡി. സാറേ നാളെ ബോർഡിൽ എന്ത് എഴുതിയിട്ടാലും ഞങ്ങൾ പേര് പറയാൻ റെഡി. സാറേ നാളെ ബോർഡിൽ എന്ത് എഴുതിയിട്ടാലും ഞങ്ങൾ പേര് പറയാൻ റെഡി. പേര് പറയാൻ റെഡി. യെസ്, ഹാപ്പി ടു സീ ഓൾ യുവർ മെസ്സേജസ്. ഇനി നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. നാളെ നോമൻക്ലേച്ചർ തുടങ്ങും കേട്ടോ. അടുത്ത ക്ലാസ്സില് നമ്മൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഡെഫിനിഷൻ എഴുതിക്കോ. A functional group is an atom. A functional group is an atom. A functional group is an atom. Functional group is an atom or group of atoms. Or group of atoms. Or group of atoms which determine atom or group of atoms which determine the chemical behavior of organic compounds. Chemical behavior of
organic compounds which determine the chemical behavior. A functional group means maybe an atom or group of atoms. An atom or group of atoms which determine the chemical behavior of organic compounds. Atom or group of atoms which determine the chemical behavior of organic compounds. Which determine the chemical behavior of organic compounds. Is it superb? Some settle line. Yes. Good. Good. Let me ask you one question. പായസത്തിന്റെ ടേസ്റ്റ് എന്താ? പായസത്തിന്റെ ടേസ്റ്റ് എന്താ? പായസത്തിന്റെ ടേസ്റ്റ് എന്താ? സ്വീറ്റ്, മധുരം. പായസത്തിന്റെ ടേസ്റ്റ് മധുരമാണ്. എന്താണ് പായസത്തിനെ മധുരമാക്കുന്ന സാധനം? എന്താ പായസത്തിനെ മധുരമാക്കുന്ന സാധനം? എന്താ? ഷുഗർ. വെരി ഗുഡ്. പായസത്തിനെ മധുരമുള്ളതാക്കുന്ന സാധനം ഷുഗർ. So sugar is the substance that decides the taste of payasam. Say yes or no? Or jaggery അല്ലെങ്കിൽ വെല്ലം. Yes, correct. ഇനി 2, ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് എന്താ? പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയുടെ ടേസ്റ്റ് എന്താ? സോർ, പുളിപ്പ്. പുളിപ്പ്. ആരാണ് അതിനെ പുളിപ്പാക്കുന്നത്? പുളിപ്പാക്കുന്ന സാധനം ആരാ? പുളി, ടാമറിൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്താ? സ്വീറ്റിന് ഇടണ്ട. സ്വീറ്റിന്റെ ഒപ്പം തന്നെ ഒരു തരിപ്പിക്കുന്ന ടേസ്റ്റ് ഉണ്ട് അല്ലെ? ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്താ? ഓറഞ്ചിന് ആ ടേസ്റ്റ് കിട്ടാൻ കാരണം സിട്രിക് ആസിഡ്. അതിലുള്ള സിട്രിക് ആസിഡ്. സാർ ഇത് പറഞ്ഞു വന്നത്, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട്. ഞാനിവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. ലിസൺ കെയർഫുള്ളി. ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ സാറ് റൗണ്ട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, കാർബണും ഹൈഡ്രജനും അല്ലാത്ത ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ മീഥേൻ ഈഥേനിൽ പഠിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ മീഥേൻ ഈഥേനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ചെയിൻ ഈ അല്ലേ, ഇതൊക്കെ നമ്മൾ മീഥേൻ ഈഥേനിൽ പഠിച്ച സാധനമാണ് CS3 CS2 ഒക്കെ. അതല്ലാതെ വിരുന്നുകാരെ പോലെ ഇരുന്നിട്ട് ഈ സാധനത്തിന്റെ സ്വഭാവം ഡിറ്റർമൈൻ ചെയ്യണ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് what we call as functional groups. ഇപ്പൊ താഴെ പോയതാണ് FG. functional groups. ഈ സാധനം ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ആണ് ആ സാധനം. ഈ സാധനം ആൽക്കഹോൾ ആണ്. ഈ സാധനം അമീൻ ആണ്. അപ്പൊ എന്റെ പൊന്നു മക്കൾക്ക് മനസ്സിലായി
ഇതെല്ലാം ഒരുപോലെ ഉണ്ട്. ഇതൊരുപോലെ ഉണ്ട്, ഇതൊരുപോലെ ഉണ്ട്, ഇതൊരുപോലെ ഉണ്ട്. പക്ഷെ ആദ്യം എഴുതിയ സാധനം ആസിഡാണ്. തൊട്ടാ പൊള്ളും. അതിനാ പൊള്ളുന്ന ടേസ്റ്റ്, പൊള്ളുന്ന സാധനം, പൊള്ളുന്ന സ്വഭാവം, പൊള്ളുന്ന ബിഹേവിയർ, പൊള്ളുന്ന കെമിക്കൽ ബിഹേവിയർ കൊടുത്തത് ആര്? ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. So these group of atoms are called as functional group. FG, functional group. OH, രണ്ട് atoms, Oയും Hഉം. This is called as alcohol. Alcohol. ഈ സാധനത്തിനെ ആൽക്കഹോൾ ആക്കുന്നത് this thing. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിനെ ആൽക്കഹോൾ ആക്കുന്നത് this OH. മൂന്നാമത്തെ കോമ്പൗണ്ടിനെ അമീൻ ആക്കുന്നത് this compound. So the chemical behavior of a compound, organic compound, is determined by atom or group of atoms. These atoms or group of atoms are called as functional groups. Functional groups. Please keep in mind. The chemical behavior of organic compounds is determined by ഓരോ നിങ്ങളുടെയൊക്കെ സ്വഭാവം. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് ബ്ലഡ് വേണം. ഡോക്ടർ കിട്ടിയ ബ്ലഡ് എടുത്ത് കയറ്റുമോ? നിങ്ങൾക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ട് നിങ്ങളുടെ ബോഡിക്ക്. ഡോക്ടർ കിട്ടിയ ബ്ലഡ് എടുത്തിട്ട് കയറ്റി വിടുവോ? നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. കാരണം നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, നിങ്ങളുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് മെറ്റബോളിക് പ്രോപ്പർട്ടീസ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ബ്ലഡ് ഗ്രൂപ്പ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആൻമേരി ഇവിടെ നോക്ക്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ. ക്ലിയർ ആയോ പറഞ്ഞത്? അതുപോലെ ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനും അതിന്റെ സ്വഭാവം എന്ത്, ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനെയും അതിന്റെ സ്വഭാവം എന്ത് എന്ന് നിർണ്ണയിക്കുന്നത് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ആറ്റംസ് ആണ്. ആരാണോ ഇതിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ആ സെറ്റ് ഓഫ് ആറ്റംസിനെയാണ് വാട്ട് വി കോൾ ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദ പോയിന്റ് വെരി വെൽ? അജൽ, ലിസൺ ഹിയർ. എത്ര പേർക്ക് സാറ് പറഞ്ഞത് നന്നായിട്ട് മനസ്സിലായി? എത്ര പേർക്ക് സാറ് പറഞ്ഞത് നന്നായിട്ട് മനസ്സിലായി? പ്ലീസ് ടെൽ മീ. Yes. Good. 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 അപ്പോ ഇതെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഒരെണ്ണം ആസിഡാണ്, മറ്റേത് ആൽക്കഹോളാണ്, മറ്റേ അമീനാണ്. ഇതിനെ ആസിഡ് ആക്കുന്നത് ഇതാണ്, ഇതിനെ ആൽക്കഹോൾ ആക്കുന്നത് ഇതാണ്, ഇതിനെ അമീൻ ആക്കുന്നത് ഇതാണ്. അപ്പൊ ഇവരുടെ സ്വഭാവം നിശ്ചയിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ്, മിസ്സിനെ ഉറങ്ങല്ലേ, ഇതിന്റെ സ്വഭാവം നിശ്ചയിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് വാട്ട് വി കോൾ ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. PTA മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ നടക്കുന്ന പോലുള്ള PTA മീറ്റിംഗ് അല്ല, ചായയും വടിയും കൊടുത്ത് വിടാനല്ല, ഓരോരുത്തരെയും ഇൻഡിവിജ്വലി കാണാനാണ്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് പ്രൈമറി ക്യാമ്പസിലെ കുട്ടികളുടെ കഴിഞ്ഞതാണ്. ഞാൻ താരേക്കാട് ക്യാമ്പസിലെ കുട്ടികളോടാണ് പറയുന്നത്. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും PTA മീറ്റിങ്ങിന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് വീട്ടുകാരോട് വരാൻ പറഞ്ഞാൽ നല്ലതായിരുന്നു. ഒരു ക്രിയേറ്റീവ് ടോക്കാണ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷനാണ് നടക്കുക. ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ്, മിസ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ. നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളെ കുറ്റം പറയാനല്ല വിളിപ്പിക്കുന്നത്. രാരിയിൽ ഇപ്പോഴും PTA മീറ്റിങ്ങിന് ആളെ കൊണ്ടുവരാത്തവരുണ്ട്. അവരെ ഞാൻ പിന്നീട് എടുത്തോളാം. അത് നിങ്ങൾക്ക് അറിയും. ഇവിടെ ഞങ്ങളുടെ റിവിഷൻ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ മീറ്റിങ്ങിന് വരാത്തവർ ഇരിക്കണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ശരിയായിക്കോളും. സഫ്വാന, മഹാറാണി, സിദ്ധാർത്ഥ് എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടായിരിക്കണം. ഇനി ഹെഡിങ് എഴുതിക്കോ, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഹെഡിങ് ഒന്നും കൂടി, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് സാർ കുറച്ചെണ്ണം തരും, അത് വേഗം എഴുതിയെടുത്തോ. കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് സാർ എഴുതി തരും. അതിന്റെ ഓർഡർ നാളെ പഠിച്ചിട്ട് വരണം. ഇത് നിങ്ങൾ പഠിച്ചിട്ട് വരണം. പ്രയോറിറ്റി ഓർഡർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇതൊന്ന് വേഗം എഴുതിയെടുക്ക്. പ്രയോറിറ്റി, കാരണം നാളെ നെയിമിംഗ് തുടങ്ങണം. നമ്മൾ പേരിടാൻ തുടങ്ങണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അറിയണം. പ്രയോറിറ്റി ഓർഡർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഒന്നാമത്തെ COH, ഇതാണ് ഏറ്റവും ഫസ്റ്റ് റാങ്ക്. ഫസ്റ്റ് റാങ്കുള്ള ആള് ഇതാണ്. രണ്ടാമത്തെ സാധനം SO3H, സെക്കൻഡ് റാങ്ക്. മൂന്നാമത്തെ സാധനം COOR,
നാലാമത്തെ സാധനം COCl. അഞ്ചാമത്തെ സാധനം CONH2. ആറാമത്തെ സാധനം Cl. ഏഴാമത്തെ സാധനം CHO. എട്ടാമത്തെ സാധനം C double bond O. C double bond O. ഒൻപതാമത്തെ സാധനം OH. 10 NH2. 10 NH2. 11ാമത്തെ C double bond C. C double bond C. 12 C triple bond C. ഈ ഓർഡർ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാണ് ആസിഡ്. ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാണ് ആസിഡ്. പേര് കൂടി ഞാൻ ബ്രാക്കറ്റിൽ. രണ്ടാമത്തെ സൾഫോണിൽ ഗ്രൂപ്പ്. സൾഫോണിൽ ഗ്രൂപ്പ്. സൾഫോണിൽ ഗ്രൂപ്പ്. മൂന്നാമത്തെ എസ്റ്റർ. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് എസ്റ്റർ. നാലാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ്. ഈ ഓർഡർ എഴുതി പഠിക്കും. അഞ്ചാമത്തെ അമൈഡ്. റാങ്ക് ലിസ്റ്റ്. അമൈഡ്. 7 സയനൈഡ്. സൈനോഗ്രൂപ്പ്. സൈനോഗ്രൂപ്പ്. സയനൈഡ്. ഇത് ആൽഡിഹൈഡ്. CHO എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്. 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 ഇത് കീറ്റോൺ. കീറ്റോൺ. ഇത് ആൽക്കഹോൾ. ഇത് അമീൻ. അമീൻ. ഇത് ആൽക്കീൻ. ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ആൽക്കീൻ. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കീൻ. ഇത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ആൽക്കൈൻ. ആൽക്കൈൻ. YN. എല്ലാത്തിന്റെ പേര് എഴുതി വെക്കുക. ഓർഡർ എഴുതി വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ദിസ് ഓർഡർ പ്രയോറിറ്റി ഓർഡർ. ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കാര്, ക്ലാസ്സിലെ സെക്കൻഡ് റാങ്കാര്, ക്ലാസ്സിലെ തേർഡ് റാങ്കാര് എന്ന് പറയുന്നത് പോലെ ഈ ഓരോന്നിന്റെ ഓർഡർ. അപ്പൊ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റാങ്ക് ആരാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് മീൻസ് ഇതെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്ക് ആർക്കാ? ആസിഡ്. ആസിഡ്. ലാസ്റ്റ് റാങ്ക് ആർക്കാ? ലാസ്റ്റ് റാങ്ക് ആർക്കാ? ഫങ്ഷൻ. ഇത് പച്ചവെള്ളം പോലെ പഠിച്ചു വരണം അടുത്ത ക്ലാസ്സിൽ. ലാസ്റ്റ് റാങ്ക് ആർക്കാ? ഫങ്ഷണൽ ഗ്രൂപ്പ്സിലെ ലാസ്റ്റ് റാങ്ക് ആർക്കാ? ട്രിപ്പിൾ ബോണ്ട് അല്ലേ? വെരി ഗുഡ് ലക്ഷ്മി. ആൽക്കൈൻ. അഞ്ചാമത്തെ റാങ്ക് ആർക്കാ? ഫങ്ഷണൽ ഗ്രൂപ്പ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ അഞ്ചാമത്തെ റാങ്ക്. മഹാറാണി ഉറങ്ങല്ലേ, പഠിക്ക്. അഞ്ചാമത്തെ റാങ്ക്. ഫിഫ്ത് റാങ്ക്. അഞ്ചാമത്തെ റാങ്ക്. ഏഴാമത്തെ റാങ്ക് ആർക്കാ? ഏഴാമത്തെ റാങ്ക് ആർക്കാ? ഏഴാമത്തെ റാങ്ക്. ഏഴാമത്തെ റാങ്ക്. ആൽഡിഹൈഡ്. CHO മീൻസ് ആൽഡിഹൈഡ്. ALDEHYDE. ആൽഡിഹൈഡ്. എട്ടാമത്തെ റാങ്ക്. ആൽഡിഹൈഡ് ആണ് ഏഴാമത്തെ റാങ്ക്. എട്ടാമത്തെ റാങ്ക്. എയ്ത്ത് റാങ്ക്. കീറ്റോൺ. കീറ്റോൺ. എയ്ത്ത് റാങ്ക്. കീറ്റോൺ. എയ്ത്ത് റാങ്ക്. കീറ്റോൺ. സൂപ്പർ. സൂപ്പർ. അടിപൊളി. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് 6 മണിയായി. ക്ലാസ്സിന് സമയമായി. ഇത്രയും പഠിച്ചിട്ട് വന്നാൽ നാളെ നോമൻക്ലേച്ചർ തുടങ്ങാം. നെയിമിംഗ്. So thank you my dear students. Tomorrow we are going to meet with nomenclature, naming of organic compounds. So study well all the prerequisites that I have explained today. ഇന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാം പഠിച്ചിട്ട് നാളെ വന്നാൽ മതി. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.